മുമ്പാണ് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ആ തെരുവ് നായ എത്തുന്നത്. ആദ്യം ഓടിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവൻ ഇവിടെയുള്ളവരുടെ പ്രിയങ്കരനാവുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ കലയുടെ ഒരു കാവൽക്കാരനായി ആ തെരുവ് നായ മാറി. അങ്ങനെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന അവന് അവർ സന്തോഷ് മോൻ എന്ന് പേരും നൽകി. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ വാഹനാപകടം അവന്റെ ജീവനെടുത്തു. അവന്റെ വിയോഗം വലിയ ദുഃഖമാണ് ഇവിടെയുള്ളവർക്കുണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ നായ്ക്കുട്ടിയല്ല, നല്ലൊരു സ്നേഹമുള്ള ആളാണ്. ഞങ്ങളെല്ലാവരും അതിനെ അതുപോലെ കെയർ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അവനൊരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. ഓട്ടോക്കാരുടെ ഒരു അംഗമായിരുന്നു ഇവിടുത്തെ. ഓട്ടോക്കാരുടെ നല്ല ഇവിടെ കടക്കാരുടെയും മറ്റുള്ളവരുടെയും എല്ലാവരുടെയും ഒരു പ്രത്യേക ഒരു വാത്സല്യമുള്ളൊരു നായായിരുന്നു. എല്ലാ ആൾക്കാരും അറിയാം. വേറൊരു ആൾക്കാർ ഇവിടെ അനാവശ്യമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുമോ, എന്തെങ്കിലും ഒരു ഒച്ചപാടായിട്ട് അന്നേരം ചാടി അതിന് കുരയ്ക്കുകയും അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല ക്യാരക്ടർ, നല്ല മൈൻഡുള്ളൊരു നായായിരുന്നു. ഈ വെയിറ്റിംഗ് ഷെഡിലായിരുന്നു അവന്റെ താമസം. എന്നാൽ ബസ് കാത്തു നിൽക്കാൻ വരുന്നവരെ ആരെയും അവൻ ഉപദ്രവിച്ചിട്ടില്ല. ഒരു വളർത്തുനായയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഭക്ഷണവും ചികിത്സയും എല്ലാം നൽകിയാണ് അവനെ അവർ സ്നേഹിച്ചത്. സന്തോഷം എന്ന് പറഞ്ഞ ഒരാളാണ് ചോറ് കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സന്തോഷം പോലെ വിളിച്ചാണ് അവന് സന്തോഷം എന്ന് പേര് കിട്ടുന്നത്. ഞങ്ങൾക്കൊരു കാവലായിരുന്നു, എല്ലാ വണ്ടിക്കാർക്കും കാവല. വണ്ടിയുടെ സന്ധി കിട്ടിട്ട് പോയ ഒരു മനുഷ്യൻ, ഞങ്ങളല്ലാതെ ഒരു മനുഷ്യനെ അവൻ തൊടാൻ സമ്മതിക്കത്തില്ല. അതുപോലെ നമുക്കിവിടെ എന്നും കൂട്ടായിട്ടായിരുന്നു. സന്തോഷ് മോന് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ കവലയിൽ. ഇത് കൗതുകമാകുമ്പോഴും പലരിലും അത് നൊമ്പരവും ഉണർത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.